ഒരു പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്ക് നോക്കാം. ADGP MR അജിത് കുമാർ, മുൻ SP സുജിത് ദാസ് എന്നിവർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനമുടൻ. അവധിക്ക് ശേഷം ഇന്ന് തിരിച്ചെത്തുന്ന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത പ്രാഥമിക വിവര റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും സർക്കാർ തുടരന്വേഷണത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം ADGPക്കെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറും. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ വിജിലൻസിന്റെ ഒരു പ്രാഥമിക പരിശോധനയുണ്ടല്ലോ, അത് പൂർത്തിയായിട്ടുണ്ടോ? അതായത് ഈ ഒരു വിജിലൻസിൽ ലഭിക്കുന്ന പരാതിയുടെ പ്രാഥമിക പരിശോധന അത് പൂർത്തിയായ ശേഷമല്ലേ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുക? ഇന്ന് തന്നെ ആ റിപ്പോർട്ട് നൽകുമെന്നാണോ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി. തുളസി, തീർച്ചയായും അത്തരത്തിലൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം ADGPക്കെതിരെ കൃത്യമായി തന്നെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന DGP ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ശുപാർശ കൃത്യമായും സർക്കാരിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ ADGP, അതായത് വിജിലൻസിൻ്റെ ഡയറക്ടർ അവധിയിലാണ്, ഓണാവധിയിലൊക്കെ ആയിരുന്നതിനാൽ അക്കാര്യം നടന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്യും, വീണ്ടും അവധി കഴിഞ്ഞ ഡ്യൂട്ടിയിലേക്ക് എത്തും. തുടർന്നാണ് മുഖ്യമന്ത്രിയെ കണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇത്തരമൊരു പരാതി, അതായത് ADGP MR അജിത് കുമാറിനെതിരെ, മുൻ SP സുജിത് ദാസിനെതിരെ ഒക്കെ തന്നെ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് DGP നൽകിയ ശുപാർശയ്ക്ക് അപ്പുറം മറ്റു പരാതികളും ലഭിച്ചിരുന്നു. ഇങ്ങനെ പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തും. അതിന് അന്വേഷണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന, ഈ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടത്തും. ആ പരിശോധന നടത്തിയിട്ടുണ്ട് മറ്റുദ്യോഗസ്ഥർ എന്നുള്ളതാണ്. ആ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ADGP യോഗേഷ് ഗുപ്തയ്ക്ക് നൽകും. ആ യോഗേഷ് ഗുപ്ത ഇന്ന് ആ റിപ്പോർട്ട് ഒരു പ്രഥമ അന്വേഷണ റിപ്പോർട്ടായിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ്. തുടർന്നായിരിക്കും സർക്കാർ വിജിലൻസ് അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുക. ഇന്ന് തന്നെ അത്തരമൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഭരണപക്ഷ MLA അടക്കം ഒരു ADGPക്കെതിരെ വലിയ ആരോപണങ്ങളുമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെയും സുജിത് ദാസിനെയും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് MR അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രിക്ക് DGP ശുപാർശ നൽകിയിട്ട് ഒരാഴ്ചത്തോളമാകുന്നു വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ മെല്ലെപ്പോക്ക്, ആ ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ ഒരു മെല്ലെപ്പോക്ക് പോകുന്നൊരു സാഹചര്യം, പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഏക പോൻവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം DGPയുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടത്തുന്ന ഒരു അന്വേഷണമുണ്ട്. ഈ ഒരു മാസം കാലാവധിയാണ് ആ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. 20-ാം തീയതിക്കകം തന്നെ അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ആദ്യം നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ ഈ ആഴ്ച തന്നെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകാനാണ് നിലവിൽ DGP തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.